ഒക്കെ ഈ നമ്മളൊരു പ്രായമാവുന്ന സമയത്ത് വീടുകളിൽ നിന്ന് നമ്മൾ സമൂഹത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു സംഭവമാണ് ആർത്തവമുള്ള സമയത്ത് പെൺകുട്ടികൾ അമ്പലത്തിൽ പോവരുത് എന്നുള്ളത്. പക്ഷേ എവിടെയോ വായിച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഈ നമ്മൾ ഈ ആർത്തവമുള്ള സമയത്ത് ഹെവി ആയിട്ടുള്ള ഒബ്ജക്ട്സ് ലിഫ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു സംഭവം കൊണ്ടാണ് ആ വിളക്കെടുക്കരുത് എന്നുള്ളൊരു ഇത് വന്നത്. പക്ഷെ ഇപ്പോഴും ആർത്തവമുള്ള സ്ത്രീകൾ അമ്പലത്തിൽ പോകരുത് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ക്ഷേത്രത്തിനെ നിങ്ങൾ അങ്ങനെ കാണുന്നതുകൊണ്ടാണ് പ്രശ്നം. ഞാൻ ഇത് പലയിടത്തും ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഇത് പറഞ്ഞതാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഇപ്പോൾ ലോകത്ത് മുഴുവനുള്ളത് ഈശ്വരനാണ്, ക്ഷേത്രത്തിലുള്ളതും ഈശ്വരനാണ്. ലോകത്തിൽ മുഴുവൻ നിറങ്ങി നിൽക്കുന്ന ഈശ്വരന് നമുക്ക് ഇഷ്ടമുള്ള എന്തും കൊടുക്കാം, ഇഷ്ടമുള്ള പോലെ പൂജിക്കാം, തോന്നുന്ന സമയത്ത് പൂജിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല, അല്ലേ? കാരണം എല്ലാത്തിലുള്ളത് ഭഗവാനായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കണമെങ്കിൽ നോക്കാം, നോക്കിയില്ലെങ്കിൽ നോക്കിയില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അവിടെ സെർട്ടൈൻ റൂൾസ് അവിടെ ഓട്ടോമാറ്റിക്കലി വരും. ഇത്ര സമയത്ത് നട തുറക്കും, ഈ സമയത്ത് അടയ്ക്കും, ഈ സമയത്ത് ഭക്ഷണം കഴിക്കണം, ഈ സമയത്ത് ഇന്ന പൂജ നടക്കും, ഒരു റൂൾസ് ഉണ്ട് അവിടെ. അത് രണ്ട് തരത്തിലുള്ള ആരാധനയാണ്. ഞാൻ എല്ലായിടത്തും പറയാറുള്ള ഉദാഹരണമാണ്. നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കാം. ഒന്ന്, നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം. എങ്ങനെ? LKG, UKG, 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 10ാം ക്ലാസ്, +2, ഡിഗ്രി, അങ്ങനെ പോവാം. ഇതാണ് ഒരു പഠനത്തിൻ്റെ രീതി. രണ്ട്, നിങ്ങൾക്ക് ഈ പറഞ്ഞ പഠനത്തിൻ്റെ രീതിയെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രകൃതിയിൽ നിന്ന് പഠിക്കാം, പൂക്കളിൽ നിന്ന് പഠിക്കാം, മൃഗങ്ങളിൽ നിന്ന് പഠിക്കാം, ഈ ചരാചരങ്ങളിൽ നിന്നൊക്കെ പഠിക്കാം. അത് രണ്ടാമത്തെ തലമാണ്. ഇതിൽ ഈ രണ്ടാമത്തെ തലമാണ് പ്രകൃതിയിൽ മുഴുവൻ ഈശ്വരനെ കാണുക. അവിടെ ശുദ്ധാശുദ്ധങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും യാതൊരു പരിഗണന വിഷയമല്ല അതൊന്നും. മറിച്ച് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി നിങ്ങൾ 9 മണിക്ക് പോയാൽ നിങ്ങൾക്ക് സ്കൂളിൽ കയറാൻ പറ്റുള്ളൂ. ആ റൂൾ അവിടെ ഉണ്ട്. ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആ പഠനം തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഉള്ള റൂൾസിനെ അനുസരിക്കുക എന്നുള്ളതാണ് നിവൃത്തി. അതൊരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർത്തവം എന്ന് പറയുന്ന ആ പ്രോസസ്സ് ഞാൻ അതിനെ വളരെ ഡിവൈനായിട്ടാണ് കാണുന്നത്. അതൊരിക്കലും ഒരു അശുദ്ധി ആയതുകൊണ്ടല്ല അതിനെ ആ സമയത്ത് ആ ക്ഷേത്ര ദർശനത്തിന് പറ്റിയ ഒരു അന്തരീക്ഷമല്ല, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയല്ല ആ സമയത്ത് ഒരു പെൺകുട്ടി കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം പൂർവികരായിട്ടുള്ള ആളുകൾ അത് ആ സമയത്ത് നിഷേധിച്ചിട്ടുള്ളത്. ആ സമയത്ത് ആ പെൺകുട്ടിക്ക് വേണ്ടത് വിശ്രമമാണ് എല്ലാ തരത്തിലും. നല്ല ചിന്തകളിലൂടെ കടന്നത്. നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല ആ സമയത്ത് നാമം ജപിക്കരുതെന്ന്, അല്ലെ? ഇപ്പം ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും എന്നാണ്. ഋതുവായ പെണ്ണിന് നാമം ചൊല്ലാം. നാരായണ നാമം ആർക്കും അരുതല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്, എഴുത്തച്ഛൻ. ഓൺ പീരീഡ്സ് നിങ്ങൾക്ക് ഭഗവാന്റെ നാമം ചൊല്ലാം. ആരാണ് നിങ്ങളെ എന്ന് വേർതിരിച്ചിട്ടുള്ളത്? ദേഹം അനങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ടാസ്കുകളും വരുത്തരുത് ആ കുട്ടിക്ക്. കാരണം ഇത് നോക്കൂ, ആ ഒരു കെയർ കൊടുക്കുന്ന എന്തിനാ? അടുത്തൊരു തലമുറയെ അവളിലൂടെ വേണം ഈ ധർമ്മത്തിന് കിട്ടാൻ, അല്ലേ? അതുകൊണ്ട് അവളുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നീട് വന്ന ഏതൊക്കെയോ ചില ആളുകളുടെ വളരെ മോശമായുള്ള പെരുമാറ്റം കൊണ്ട് ഇതിന് പലതരത്തിലുള്ള അർത്ഥതലങ്ങൾ വരികയും ഇത് അശുദ്ധിയാണെന്ന് കണക്കാക്കുകയും ഈ സമയത്ത് മാറി താമസിക്കണം എന്നുള്ള രീതിയിലുള്ള പൊട്ടം തീരുമാനങ്ങൾ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനൊന്നും അനുകൂലിക്കുന്നില്ല. പക്ഷെ ക്ഷേത്ര ദർശനത്തിന് പറ്റുന്നൊരു സമയമല്ല അത്. അത് കുട്ടിയുടെ ആ മാനസികാവസ്ഥ കൊണ്ടും അയാളുടെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണത് പറയുന്നത്. അപ്പം നമുക്ക് താല്പര്യം ഉണ്ടാവുക, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്കധികം ബ്ലീഡിങ് ഇല്ല, എനിക്കിപ്പോൾ യാതൊരു പ്രശ്നമില്ല, എനിക്ക് അമ്പലത്തിൽ പോകണം താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് അമ്പലത്തിൽ പോയാൽ, ഞാൻ നേരത്തെ ദാസേൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, അവിടെ മാത്രമാണ് ഈശ്വരൻ എന്നുള്ള ധാരണയിൽ നിന്ന് മാറും. അവിടെ മാത്രമല്ല ഈശ്വരൻ, ചരാചരങ്ങളിൽ മുഴുവൻ ഈശ്വരനുണ്ട്. ഈ സമയത്ത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് അനുഭൂതി കിട്ടുന്നു അത് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്ന റൂം ഏതോ ആ റൂമിൽ നിങ്ങൾക്ക് കിട്ടും. അതിലേക്ക് നിങ്ങൾ ഉയരുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ആർത്തവത്തെ മോശമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ആ ക്ഷേത്രത്തിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ ഉള്ളതുകൊണ്ട് അത് പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഏതൊരു ക്ഷേത്രവിശ്വാസിക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു ക്ഷേത്രവിശ്വാസിയും ഈ പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ ഈ ഒരു സമയമാണ്, എനിക്കിപ്പോൾ തന്നെ ഭഗവാനെ കാണുന്ന വാശി പിടിക്കുന്ന യഥാർത്ഥ ക്ഷേത്രവിശ്വാസികളാരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അത് അവർ തന്നെ അവരുടെ ആ ഒരു സമയത്തെ അശുദ്ധിയായിട്ട് കാണുന്നതുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സമയം ഇതിനുള്ളതല്ല എന്നുള്ളത്. അതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.